പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തുക, ഞങ്ങളെങ്ങനെ കഴിഞ്ഞുപോയ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ പുറത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തിന് വേണ്ടിയും മരിച്ചു പോയവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങളെന്ന് അല്ലാഹു പറഞ്ഞു. മരിച്ചവർക്ക് വേണ്ടി ദുആക്കൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ്. പടച്ചോൻ പറഞ്ഞ സ്ഥിതിക്ക് പടച്ചവർക്ക് വർണ്ണിച്ചു കൊടുത്തൂടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സഹാബത്തിൽപ്പെട്ട പല വഫാത്തായിരുന്നു. അവർക്ക് വേണ്ടിയൊക്കെ തങ്ങൾ ദുആ നടത്തി. ബുഖാരിയുടെ റിവായത്തിലുണ്ട്, മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്, മറ്റു മുഹദ്ദിസുകളൊക്കെ റിവായത്തിലുണ്ട്. പിന്നെ മരിച്ചവർക്ക് വേണ്ടി ദുആക്കണമെന്ന് പറയുന്ന കാരണം മനസ്സിലായി. ആരാണ് കൂടി കൊടുക്കുന്നതാണ്? മരിക്കാർക്ക് വേണ്ടി നാം ദാനകർമ്മം ചെയ്യും. എന്തുകൊണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പലരും അന്വേഷിച്ചു. നബിയെ, എന്റെ മാതാവ് മരിച്ചു, എന്റെ പിതാവ് മരിച്ചു, എന്റെ ഇന്നയാൾ മരിച്ചു. ആ മരിച്ച ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ദാനകർമ്മങ്ങളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ എന്ന് നേരെ തങ്ങളോട് ചോദിച്ചു. എല്ലാവർക്കും ഞങ്ങൾ നൽകിയ മറുപടി ലഭിക്കുമെന്നായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ചോദിക്കുന്നു, ഇന്ന ഉമ്മിയും ബുഖാരി മുസ്ലിമൊക്കെ റിവായത്തിലുള്ളതാണ്. നബിയെ, എന്റെ മാതാവ് പെട്ടെന്ന് മരിച്ചു, വലം തൂക്കി അവർ ഒത്തിയതൊന്നും ചെയ്തിട്ടില്ല. ആ മരിച്ച മാതാവിന് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമോ? എന്തിനാ കൂട്ടരെ നമ്മൾ പറയുന്നത്? റസൂലുള്ളാഹിയോട് ചോദിക്കാണ്, നബിയെ, എന്റെ മരിച്ച മാർക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ എന്റെ കൂലിൽ മാർക്ക് കിട്ടുമോ? റസൂലുള്ളാഹിയോട് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, ഞാൻ ലഭിക്കും. നമ്മൾ പറഞ്ഞു, റസൂലുള്ള ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ലഭിക്കും നമ്മൾ പറഞ്ഞു. അത് വേറെ ലഭിക്കൂല. ആരെ പറഞ്ഞു? ആരാണിത് പഠിപ്പിച്ചത്? അതുകൊണ്ട് തെറ്റിദ്ധാരണ ഒഴിവാക്കണം. വിഷയങ്ങളെ കുറിച്ച് നിജത്തിൽ കൃത്യമായി പഠിക്കാൻ തയ്യാറാവണം എന്നാണ് നമ്മുടെ അഭിപ്രായം. അതുപോലെ മഹാന്മാരെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഖബറിന്റെ മീതെ യാഗങ്ങൾ ഉണ്ടാക്കും. കുട്ടനാട്ടിലേക്ക് തങ്ങളുടെ പ്രൈമറി മദ്രസകളിൽ യാഗങ്ങളൊക്കെ പൊളിച്ച് നിരപ്പാക്കാൻ വേണ്ടി മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പൊളിച്ചാൽ എന്തിനപ്പം തന്നെ ക്രിമിനലുകളാക്കി പൊളിക്കാന്ന് മദ്രസ 4ാം ക്ലാസ്സിലൊക്കെ എഴുതിയിരിക്കുന്നത് യാതൊക്കെ പോയിട്ടാണ്. കുറച്ച് മുതിർന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് സർവ്വ അതിനായ കാര്യങ്ങൾ എത്ര പഠിപ്പിക്കാം. അതിനിടയിൽ യാഗം പോയിട്ടാൻ പഠിപ്പിക്കാം. മദ്രസയിൽ 4ാം ക്ലാസ്സിലൊക്കെ നിൽക്കാറില്ല. പ്രവർത്തനം പഠിപ്പിക്കുന്നത് പൊന്നാര എനിക്ക് മനസ്സിലാവുന്ന വസ്തു എന്താണ്? അതിന് ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ കുറിച്ച് നമ്മൾ മറന്നുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവിനെയും മധ്യവിശ്രമം കൊള്ളുന്നത് ഒഴിഞ്ഞ സ്ഥലത്തല്ല, അതിമഹത്തായ കെട്ടിടത്തിനകത്താണ്. അതിന് ജാറം എന്ന് പറയാറില്ല. ബഹുമാനം വർദ്ധിപ്പിച്ച റൗളാത്തിനേക്കുന്നാ പറയും. ആയിഷാബിയുടെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ മദീനത്തെ പള്ളിയിൽ എന്നൊക്കെ പരിഷ്കരണമോ വിപുലീകരണമോ വന്നിട്ടുണ്ടോ അന്നത്തെ റൗളാത്തിനേക്കും വിപുലീകരണം വന്നിട്ടുണ്ട്. അതിന് ശ്രദ്ധേയമായ വിപുലീകരണം വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല നമ്മുടെ രാഷ്ട്രം. ആയിരക്കണക്കിന് സഹാബത്ത് ജീവിച്ചിരിക്കെ അവരുടെ നേതൃത്വത്തിലാണ് ഈ 3 ഖബറുകളും വിപുലീകരിച്ചതും മനോഹരമാക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല എന്നാണ് അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ മനോഹരമായ കാലണ്ടായിരുന്നു. സർവ്വ കണ്ടെത്തുന്ന ശേഷം മാത്രമാണ് പൊളിച്ചത് ശരിയാണ്. ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒഴുതി എഴുതിയ ധാരാളമായ വിശ്വവിജ്ഞാന കോശങ്ങളിൽ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നും നമുക്ക് അവിടെ ചെന്നാൽ ആ പൊളിച്ച കടയിൽ അടയാളം കാണാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല കണ്ടത് അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ ലോകത്തിലെ ഏറ്റവും വലിയ ജാലങ്ങളിൽ ഒന്നാണ് ഇന്നുള്ളത്. അങ്ങനെ വന്നാൽ ഇമാമുൽ ആദം അബൂ ഹനീഫയെ കൂട്ടി ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം മുഹമ്മദ് ഇബ്നു ശാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഇവരിൽ ഓരോരുത്തരുടെ ഖബറുകൾക്ക് മീതെയും അതിമനോഹരമായ ജാലങ്ങൾ. എന്തിനാണ്? ഇബ്നു സീനയുടെ ഖബറിന്റെ മീതെ സുന്ദരമായ ജാലങ്ങൾ, ഇബ്നു ഖയ്യിമിന്റെ ഖബറിന്റെ മീതെ മനോഹരമായ ജാലങ്ങൾ. എത്രത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബ്ദുൽ അലിയുടെ ഖബറിന്റെ മീതെ ജാറം എന്ന് മാത്രമല്ല കഷ്ടപ്പെട്ടുകൊണ്ട് ജാറം മൂടിയിട്ടുണ്ട്. ആ ജാറത്തിനുള്ള വരുമാനം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഇന്നും ജീവിക്കുന്നത്. നമുക്ക് അക്ഷരമല്ല. എന്താണൊക്കെ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ സൂചിപ്പിക്കുന്ന വസ്തുത എന്താ? എവിടെയെല്ലാം മഹാന്മാർ അന്യവിശ്രമം കൊള്ളുന്നുണ്ടോ അല്ലെങ്കിൽ മഹാന്മാരെന്ന് അവകാശം
ചെയ്യപ്പെടുന്നവർ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ജാറുണ്ട്. ഇനി പൂർവ്വപ്രവാചകന്മാരുടെ കബറുകൾക്ക് മീതെ ജാറുണ്ട്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കബറിന്റെ മീതെ ജാറുണ്ട്. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കബറിന്റെ മീതെ ജാറുണ്ട്. ആലി ഇമ്രാന്റെ കബറിന്റെ മീതെ ജാറുണ്ട്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ബാറക്നാ ഹൗല മാഹൗല എന്ന പരിസരമാണ്. ബാറക്നാ ഫീഹിന്നാണ് ബാറക്നാ ഹൗല. മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് ബർക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്ത് വ്യാഖ്യാനിച്ചു. പൂർവ്വപ്രവാചകന്മാരുടെ അംഗവിശ്രമ സങ്കേതം കൊണ്ട് ധന്യമാകുന്നു മസ്ജിദുൽ അഖ്സയുടെ പരിസരം എന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ വർക്കത്തുന്ന മഹാന്മാർ വന്നത് ഖുർആനായത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്. അതുകൊണ്ട് ആലോചിച്ച് മതി ആക്ഷേപം. ആലോചിച്ച് മതി ആക്ഷേപം. ഞാൻ പിന്നെ പൊളിക്കപ്പെട്ടത് ഇതിന്റെ കിട്ടാറില്ലേ? പൊതു സ്ഥലത്ത് കെട്ടിയാൽ നമ്മളെ ഉപയോഗിക്കണ്ടല്ലോ. പൊളിക്കപ്പെടണം ഇതിന്റെ കിട്ടാറില്ല. പൊളിക്കണം എന്ന് പറഞ്ഞാൽ അതേ കിട്ടിന്റെ കിതാബിൽ തന്നെ ജാറത്തിനൊക്കെ ഇറച്ചിക്കാൻ വെളിച്ചെണ്ണ നിർത്തിയാക്കിയാൽ വീഴ്ത്തണില്ലേ? ജാറം മൂടാൻ നിർത്തിയാക്കിയാൽ വീഴ്ത്തണില്ലേ? ഉണ്ട്. നിർത്താൻ പറഞ്ഞാൽ ഇസ്ലാം കുടുംബത്തിൽ കൈ വാങ്ങിയ വിഭാഗത്താവണം. പൊളിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മേലെ മൂടാൻ നിർത്തിയാക്കിയാൽ വീഴണം. എന്താ കണ്ടുകൂടി? പൊളിക്കണം എന്ന് പറഞ്ഞാൽ വേറെ, ജാറം മൂടുന്ന ജാറം വേറെ, രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് അറിവ് മാത്രം പോരാ, തിരിച്ചറിവും വേണം. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ കയറി വരുമ്പോൾ സഹാബത്ത് രണ്ട് സംഘമായിട്ടിരിക്കണം. ഒരു സംഘം ദിക്റിന്റെ ഹൽഖ, മറ്റൊരു സംഘം ഇൽമിന്റെ മജ്‌ലിസ്. രണ്ട് സംഘമായിട്ടിരിക്കണം. ഒന്ന് ദിക്റിന്റെ ഹൽഖയാണ്, മറ്റൊന്ന് ഇൽമിന്റെ മജ്‌ലിസ്. തങ്ങൾ രണ്ട് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ രണ്ട് വിഭാഗവും ഹൈറിലാണ്. ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഇൽമിന്റെ മജ്‌ലിസാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയുന്നു. രണ്ട് പ്രവേശിച്ചു, രണ്ടിനെയും പ്രശംസിച്ചു. ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഇൽമിന്റെ മജ്‌ലിസാണ് നമ്മൾ അറിയുന്നത്. ഒരു സംഭവം നമ്മളാണ്. മറ്റൊരിക്കൽ തങ്ങൾ മദീനത്തെ പള്ളിയിൽ കയറി വരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ദിക്റിന്റെ ആൾക്കാർ നിൽക്കണം. തങ്ങൾ അവരെ ആട്ടി വിട്ടു, പള്ളിയിൽ നിൽക്കാൻ സമ്മതിക്കില്ല. എന്ത് പറയും? നേരത്തെ പയറിന്റെ പേരിലാന്ന് പറഞ്ഞു, ഇപ്പൊ ആട്ടി വിട്ടു. ഈ ആട്ടിവിട്ട സംഭവം എടുത്തു കാണിച്ചുകൊണ്ടാണ് ചില ആൾക്കാർ പള്ളിയിൽ നിൽക്കേണ്ട ആൾക്കാരും വേണ്ടാന്നൊക്കെ പറഞ്ഞു റസൂൽ ആട്ടിവിട്ടത്. ആട്ടിവിട്ടത് ശരിയാണ്. മറ്റൊരു പയറിന്റെ പേരിലാന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം? നിങ്ങൾ ഇവിടെയാണ് അറിവ് മാത്രം പോരാ, തിരിച്ചറിവും വേണം. എന്താ സംഭവം? നിർമ്മലഭാവങ്ങളെ തങ്ങൾ സഹാബത്തെ യുദ്ധത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ തങ്ങളുടെ കാലത്ത് തന്നെ കപടവിശ്വാസികളുണ്ട് തങ്ങളോടൊപ്പം. ഒരു വിഭാഗം കപടവിശ്വാസികൾ പതുക്കെ പള്ളി കയറി വിധികളിൽ കുത്തിരിക്കാനും യുദ്ധത്തിൽ പോകാതിരിക്കാൻ മടിയുണ്ട്. അപ്പോഴാണ് ആട്ടിവിട്ടത്. യുദ്ധത്തിന് പോകാനുള്ള മടി കാരണം പള്ളി കയറി വിക്രി ചെല്ലിയിരിക്കുന്ന കപടവിശ്വാസികളെ ആട്ടിവിട്ടത്. ശാന്തമായ അന്തരീക്ഷത്തിൽ വിക്രി ചെല്ലിയിരിക്കുന്നവരെയാണ് പ്രകീർത്തിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് അറിവും വേണം, തിരിച്ചറിവും വേണം. രണ്ട് സന്ദർഭങ്ങളിലാണ് ഇതൊന്നും തിരിച്ചറിയാം. ഇങ്ങനെ അറിവ് എഴുതി ബ്രാക്കറ്റിൽ പരിപാടി എഴുതി അത് കൊക്കിലേക്ക് നടക്കല്ലേ. കമ്മ്യൂണിസ്റ്റുകാരുടെ ബുദ്ധി സഞ്ചിയിലും വിരായിക്കാരുടെ ബുദ്ധി കൊക്കിലുമാണ്. ഈ രീതിയിൽ സ്വത്തും ഫീസിലും മക്കളീനും പല കാര്യങ്ങൾ വിശദമാകുമ്പോൾ പഠിക്കാൻ വരുന്നതിനോ ഈ അവസ്ഥ നടക്കുന്ന കാര്യത്തിലുണ്ട്. നിലനിർത്താൻ പറഞ്ഞത് മഹാന്മാരുടെ യാതനാണ്, പൊളിക്കാൻ പറഞ്ഞത് മറ്റുള്ളതുമാണ്. അതുകൊണ്ടാവില്ല തന്നെ കൊടുത്തത്. പൊളിക്കാൻ പറഞ്ഞില്ല. നമുക്ക് വിനോദം ഞങ്ങൾ പൊളിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വിനോദം പൊളിക്കാൻ. ഞാൻ ഒരാളെ മൂടുന്നു. ഒരാളെ മൂടാനായിട്ട് വേണ്ട വസ്ത്രം ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖബറിന്റെ മീതെ മഹാന്മാരായ സഹാബത്ത് ഒരു പുതപ്പിട്ട് മൂടിയിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ വിവാദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീതെ സഹാബത്ത് ഒരു പുതപ്പിട്ട് മൂടിയിരുന്നു. അപ്പൊ പിന്നെ അത് പരിക്കം പുറത്തിരുന്നു. ഇപ്പൊ കുറച്ച് മുന്തിയ പുറപ്പാടുള്ളത്. അത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ഹയാത്തുള്ളവർ ഇന്നും കുറെ വ്യത്യാസമുണ്ട്. അന്ന് റസൂലുള്ള ധരിച്ച വസ്ത്രം നമ്മൾ ധരിക്കും. തങ്ങളുടെ ശരീരത്തില് ഓരന്റെ പാടുണ്ടായിരുന്നു. ഞാൻ ഇത് പറയാൻ എനിക്ക് ബേജാറ്. കാരണം എനിക്ക് ശരീരത്തിൽ ഒരു പാടുണ്ടാകുന്ന റൂമിലെല്ലാം കഴിഞ്ഞ താമസിച്ചത്.
ഞാനതിന് പറയാൻ അർഹനല്ല, ഞാൻ കുട്ടികളല്ല, അങ്ങനല്ലേ, ഞാനതിന് അർഹനല്ല. നിങ്ങൾ സമരം പോലെ നിങ്ങളായിക്കോളെ. മാറ്റങ്ങളുണ്ട്, ദുനിയാവിൽ മൊത്തം മാറ്റങ്ങളുണ്ട്, നമുക്കൊക്കെ മാറ്റം വന്നു. നമ്മൾ കഷ്ടപ്പാടം എന്നാണ് പറയുന്നത്, പ്രയാസങ്ങൾ അനുഭവിച്ചു പ്രസംഗിക്കാന്നല്ലാതെ എഴുതാന്നല്ലാതെ വളരെ വിനയം പ്രസംഗിക്കുന്ന ആളുകൾ ഒറ്റ കറവുമ്പോഴല്ലേ അഹങ്കാരത്തിന് ഊപ്പ് മനസ്സിലാക്കുക. വലിയ രീതിയിൽ ലാളിത്യം പ്രസംഗിക്കുന്ന ആളുകളുടെ ജീവിതം കാണുമ്പോഴല്ലേ ആഡംബരം മനസ്സിലാക്കുക. ദുനിയാവായിട്ട് നമുക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞൊരു കാര്യത്തിൽ അവനാന്റെ നഷ്ടം മാത്രം കുറെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ഉള്ളതെന്ന് അനുഗ്രഹിക്കുമാറാണ്. അപ്പൊ നിസ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടലിന്റെ കീഴങ്ങനെ വസ്ത്രം കൊണ്ട് മൂടിയിരുന്ന സഹാബത്തുനിന്ന് ബുഖാരിന്റെ പരിപാടികൾ. ബുഖാരിന്റെ സഹീഹല്ല മുത്തവാത്തിലാണ്, സഹീഹ് നോക്കി കാണാനായിട്ട് വരെ നടക്കണം. ഇമാം ബുഖാരി ഞങ്ങൾ അദ്ദേഹത്തിന് മുത്തവാത്തിൽ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ കുറിച്ചൊന്നും അനാചാരങ്ങൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ, പ്രമാണങ്ങൾ പരിശോധിച്ചാൽ തെളിവുകൾ ധാരാളമായി കാണുന്ന വിഷയങ്ങളാണ്. മുതാല ഇല്ലാത്തതുകൊണ്ടും ഗ്രന്ഥപാരായണവും പഠനവും ഇല്ലാതെ പോയത് കൊണ്ടാണ് ദൗർഭാഗ്യവശാൽ ഈ കാലത്ത് വിമർശനം ഉയർന്നു വന്നത്. പഠനം ഉണ്ടായില്ല, പഠിക്കുന്നതനുസരിച്ച് മുതാലയത്തുണ്ടായില്ല. അത് കാരണം വിമർശനം നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല. നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചാണ് ഇവരൊക്കെ അനാചാരം ആക്ഷേപിച്ചത്. അതുപോലെ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ അവസാനം നിശ്ചയകാലം വരെ നമ്മൾ കൂട്ടുപ്രാർത്ഥനയാണ്. ചില ആളുകൾ പറയുന്നത് സലാം നീക്കി അസ്സലാമു അലൈഹി പറഞ്ഞു, അല്ലാഹു അസ്സലാം മിങ്കസലാം മുതൽ തബാറത്തെ ആവൽ ജലാലി വിളിക്കാൻ വരെ പറഞ്ഞാൽ സലാം നീക്കോട്ട് എഴുന്നേറ്റ് പോകണം. തബാറത്തെ ആവൽ ജലാലി വിളിക്കാൻ വരെ മാത്രം ഇരിക്കുക, അത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുന്നതാണ് ചിലരുടെ പക്ഷം. സത്യത്തിൽ ഇത് വഴി തെറ്റിദ്ധാരണ. ബുഖാരി മുസ്ലിം എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല, ഓടാത്തവരുണ്ട്. ഇമാം മുസ്ലിം വിഭാഗത്തിലെ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വിളിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം അസ്സലാമു അലൈഹി പറഞ്ഞ് അല്ലാഹു അസ്സലാം മിങ്കസലാം മുതൽ തബാറത്തെ ആവൽ ജലാലി വിളിക്കാൻ വരെ പറഞ്ഞ ശേഷം മൗമൂമികളിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു തങ്ങളുടെ പറയുന്നത്. റസൂലുള്ളാഹിയുടെ പതിവാണ്. പക്ഷേ ഹദീസിലൊരു കാര്യം കാണും, നമ്മൾ നിഷേധിക്കുന്നില്ല. ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും, എന്നാൽ അധികമായും വലത് ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിക്കാറ്. ചിലപ്പോൾ ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്ന ന്യായം, ആ ഭാഗത്തിരിക്കുന്നവർക്ക് തങ്ങളുടെ കണക്കാക്കപ്പെട്ട മുഖം കാണാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. കൂടാതെ ഒരു ബയാനിന്റെ പറഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞിരിക്കൽ അനുവദനീയമാകുമെന്ന് പഠിപ്പിക്കാനുമാണ്. എന്നാൽ അധികമായും വലത് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കാൻ കാരണം അതാണ് കൂടുതൽ ഉത്തമം. തങ്ങൾ അതിനെ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ വലത്തോട്ട് തന്നെ വിജയിച്ചത്. പിന്നെ നമ്മൾ മുഖം കാണുന്നതിന് വലിയ പുണ്യൊന്നുമില്ലാന്ന് വിചാരിച്ചാൽ ഇടത്തോട്ടില്ല. നമ്മളാവട്ടെ ജവാബിനെ ബയാൻ ചെയ്യേണ്ട ആളുകളുമല്ല, അതുകൊണ്ട് നമ്മൾ വലത്തോട്ട് വിജയിച്ചത്. അത് തങ്ങൾ പതിവാക്കിയ വിഷയമാണ്, ഇമാം മുസ്ലിം വിഭാഗത്തിന്റെ അഭിപ്രായമുള്ളതാണ്. മാത്രമല്ല 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുകയും 100 പൂർത്തിയാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു മുതൽ അവസാനം വരെ ചൊല്ലുകയും ചെയ്താൽ എന്നാണ് ഇമാം മുസ്ലിമിന്റെ മറ്റൊക്കെ റിവായത്തുള്ളത്. അവന്റെ സർവ്വ പാപങ്ങളും ദുർദോഷങ്ങളും പൊറുക്കപ്പെടും. കടലിലുള്ള തിരമാലകളെ പോലെ നരകളെ പോലെ പാപങ്ങളുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടും. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു.